ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തലശ്ശേരിയുടെ അഭിമാനമായ കേരളത്തിലെ ഒരേ ഒരു ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചാണ്. അതിന്റെ കൂടെ ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. അതെന്താണെന്ന് ഞാനിപ്പം പറയുന്നില്ല, നമുക്ക് കണ്ടു തന്നെ അറിയാം. തലശ്ശേരി ടൗണിൽ നിന്ന് മാറി ഒരു 4 കിലോമീറ്റർ അകലത്തിലാണ് മുഴപ്പിലങ്ങാട് ബീച്ച് ഉള്ളത്. ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് 3 എൻട്രീസ് ഉണ്ട്. ഇപ്പോൾ കാറൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ 40 റുപ്പീസ് ആണ് എൻട്രി ഫീ. ഇന്ത്യയിൽ 2-3 ഡ്രൈവിംഗ് ബീച്ചസ് വേറെ ഉണ്ടെങ്കിലും ഏഷ്യയിലെ തന്നെ ലോങ്സ്റ്റ് ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചാണ്. 5 കിലോമീറ്റർ ഇങ്ങനെ നീണ്ടു നടക്കുന്ന മുഴപ്പിലങ്ങാട് ബീച്ചിൽ 4 കിലോമീറ്ററോളം നമുക്ക് നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു ബീച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മണൽ കണ്ടോ നിങ്ങൾ? ബാക്കിയുള്ള ബീച്ചിലൊക്കെ കാണുന്നത് പോലെയുള്ള മണലല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മണ്ണ് പോലെ നിൽക്കുന്ന മണലാണ്. അതുകൊണ്ട് തന്നെ കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ടയർ താണു പോകുന്ന പ്രശ്നമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി കാറും ബൈക്കും മാത്രമൊന്നുമല്ല കേട്ടോ, നല്ല ഹെവി വെഹിക്കിൾസ് ഒക്കെ നല്ല ഈസി ആയിട്ട് ഇവിടെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി തീരത്തോട്ട് മാത്രമല്ല കേട്ടോ, ഇവിടെ ഈ തിരയടിക്കുന്ന സ്ഥലത്തും ആഴം നല്ല കുറവാണ്, ഇതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള മണലുമാണ്. അവിടെ നമുക്ക് നല്ല മൂവീസിലൊക്കെ കാണുന്നത് പോലെ തിരമാലകൾക്കിടയിലൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാറ് ഡ്രൈവ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാർ ഡ്രൈവിംഗ് പഠിക്കുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണെന്നുള്ളത്. കാരണം അറിയാത്തവർ ഓടിച്ചിട്ട് 2-3 ആക്സിഡൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത് അത്ര സജസ്റ്റബിൾ അല്ല. ഇവിടെ ഈ കാണുന്ന സ്ഥലത്തുണ്ടല്ലോ, ഇവിടെ ബീച്ച് ഫെസ്റ്റ് ഒക്കെ നടക്കാറുണ്ട്. ലാസ്റ്റ് നടന്നത് ഡിസംബർ 2023 ആ ഒരു സമയത്ത് ഈ മൊത്തം ഏരിയ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ അങ്ങ് സെറ്റ് ചെയ്യും. ഒരുപാട് റൈഡ്സ് ഒക്കെ ആയിട്ട് ഈ കടൽക്കാറ്റൊക്കെ കണ്ട് സന്ധ്യാസമയത്ത് ജയന്റ് വീലിലൊക്കെ കറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. അത് പോരാത്തതിന് തലശ്ശേരിയുടെ രുചി വൈവിധ്യം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിറയെ സ്റ്റോൾസ് ഉണ്ടാവും. ഈ കോഴിക്കാലും, മുന്നക്കായി, പഴംപൊരി, കല്ലുമ്മക്കായ, പിന്നെ തലശ്ശേരിയുടെ ദം ബിരിയാണി. ഒന്നും പറയാനില്ല, വായിലിപ്പോൾ കപ്പലോടാനുള്ള വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഒരു ചായ കുടിക്കാം. അതിന് മുന്നേ ഞാൻ പറഞ്ഞ സർപ്രൈസ് കാണിച്ചു തന്നില്ലല്ലോ, വാ അത് സർപ്രൈസ് കാണിച്ചു തരാം. അപ്പോൾ പോലെ കുറച്ച് അങ്ങോട്ടാണ് കേട്ടോ സർപ്രൈസ് ഉള്ളത്. കുറച്ച് ദൂരം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് പോകണം. ഇന്ന് ആക്ച്വലി പറഞ്ഞാൽ ഇവിടെ റഷ് കുറവാണ്. ഈ ലീവുള്ള ദിവസമൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സുഖമായിട്ടൊന്നും അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും റഷ് ഉണ്ടാവും. സൺസെറ്റ് ആവാറായി. ഇപ്പം നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, കുറേ ഫിഷിംഗ് ബോട്ട്സ് ആണ്. ഇതൊക്കെ ഫിഷിങ്ങിന് പോകുന്ന ബോട്ട്സ് തന്നെയാണ്. രാവിലെ ഏർലി മോർണിംഗ് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവർ മീൻ പിടിച്ചുകൊണ്ടുവരുന്നതും ഒക്കെ. ഇടയ്ക്കൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, മീനിന് എന്തിനാ ഇത്രക്കാരും വില, ഇവർ ബോട്ട് എടുത്ത് പോകുന്നത് പിടിച്ചിട്ട് വരുന്നത് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇല്ല, ഇവർ യൂസ് ചെയ്യുന്ന ഈ വലേൻ്റെ ഒക്കെ റേറ്റ് കേട്ടപ്പോൾ സത്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 2 ലക്ഷത്തിലൊക്കെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അതൊക്കെ ഒന്ന് കേടായി പോയി കഴിഞ്ഞാൽ എന്തോരം കഷ്ടമാണ്. എന്താ മീൻ വിൽക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ സർപ്രൈസിലോട്ടാണ് പോകുന്നത്. ഇവിടെ കണ്ടോ, എന്തായാലും ഞങ്ങൾ കണ്ണൂരല്ലേ, തലശ്ശേരി, നമ്മുടെ പാർട്ടിയുടെ ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ, സ്റ്റാച്യു, അരുവാൾ ചുറ്റിക നക്ഷത്രം. ഇപ്പൊ കുറച്ച് വേലിയേറ്റാന്ന് തോന്നുന്നു. ലാസ്റ്റ് ടൈം ഒക്കെ നമ്മൾ വന്നപ്പോൾ ആ പാറക്കെട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സർപ്രൈസ്. സർപ്രൈസ് കാണിച്ചു കൊടുത്തേ. ധർമ്മടം തുരുത്ത് നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്വന്തം ദ്വീപാണ്. ഈ വേലിയിറക്ക സമയത്തുണ്ടല്ലോ നമുക്ക് സിമ്പിളായിട്ട് ഈ വെള്ളം മുഴുവൻ ഇറങ്ങും, നമുക്ക് നടന്ന് ക്രോസ് ചെയ്ത് തുരുത്തിൽ പോകാൻ പറ്റും. ഇഷ്യൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ കൂടെ ഏർലി മോർണിംഗ് വരികയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു തുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ഏക്കർ സ്ഥലമാണ്. അതിൽ ചുറ്റും ഈ കക്ക ഉണ്ടല്ലോ, കക്കൻ്റെ വെള്ള കക്കകളാൽ നിറഞ്ഞ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള നല്ലൊരു തുരുത്താണ്. മുന്നേ ഒരു 60-70 വർഷങ്ങൾക്കൊക്കെ മുന്നേ ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടം ഒരു കിണറൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇപ്പം മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. 1998 ആദ്യം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പിന്നീട് 1998 കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വന്നത്. ഇപ്പോൾ കേരള ടൂറിസത്തിൻ്റെ അണ്ടറിലാണുള്ളത്. ധർമ്മടം തുരുത്തിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുവാണ്. പക്ഷെ നല്ലൊരു ടൂറിസം സ്കോപ്പുള്ള ഏരിയ തന്നെയാണ്. അവിടെ പോയിട്ട് ഒരു ക്ലിക്കൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു ആൻഡമാൻ നിക്കോബാസിൽ പോയ ഫീലൊക്കെ കിട്ടും. അത്ര അടിപൊളിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെയും ധർമ്മടം തുരുത്തിൻ്റെയും കഥ. അപ്പോൾ നിങ്ങൾ ഈ മലബാറിലൊക്കെ ഒരു ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയ ഒന്നും മിസ് ചെയ്യരുത്. കാരണം ഏഷ്യയിലെ ലോങ്സ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാണ്. വൺസ് എ ടൈം നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ആൻഡ് ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളിവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subhi signing off from Bites. Bye bye. വർച്ചോനെ വല്യം കറക്കല്ലേ അധികോ.